എന്തൊരു ഇരിപ്പടി ഇത്. വന്നെന്തെങ്കിലും കഴിക്ക്. എനിക്ക് വേണ്ട. പട്ടിണി കിടന്ന നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? പട്ടിണി കിടന്നാ തീരില്ല. നീലിന്റെ ഡിവോഴ്സ് നടന്നാ തീരും. അതൊന്നും നടക്കാൻ പോകുന്നില്ല. സ്വാതി സമ്മതിക്കില്ല. അവളുടെ സമ്മതം ആർക്ക് വേണം? ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. നീല് വേണ്ടത് ചെയ്തോളൂ. നിനക്ക് നാണമില്ലല്ലോ കെട്ടി ഒഴിയാൻ പോകുന്ന ഒരുത്തിനു വേണ്ടി സംസാരിക്കാൻ. എനിക്ക് വേണ്ടിയാ നീലി ത്യാഗമൊക്കെ സഹിക്കുന്നത്. ത്യാഗം? ഒരു പാവം പെണ്ണിനെ കണ്ണീർ ഒടിപ്പിക്കുന്നതാണോടി ത്യാഗം? അവനെയൊക്കെ മുക്കാലി കെട്ടി അടിക്കാൻ വേണ്ടത്. നിങ്ങൾക്ക് ആർക്കും നീലിനെ ഇഷ്ടമല്ല, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് പക്ഷെ അങ്ങനെയല്ല. ഡിവോഴ്സ് കഴിഞ്ഞു വരുന്ന നീലിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ. എന്തിന്? കെട്ടാൻ. അയ്യേ, ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കാനോ? പിന്നെ എന്തിനാ നീല് ഡിവോഴ്സ് ചെയ്യാൻ പോന്നാ അമ്മ വിചാരിക്കുന്നത്? എനിക്ക് വേണ്ടിയാ. എന്താ അമ്മ? വക്കീൽ നോട്ടീസാ നീലിന് വേണ്ടി അവന്റെ വക്കീൽ അയച്ചത്. തടി കൂടിയത് കാരണം വിവാഹമോചനം വേണോത്രേ. നാണമില്ലാത്തവൻ. കല്യാണം കഴിക്കുമ്പോ നിനക്ക് ഇതിലും കൂടുതൽ തടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ തോന്നാത്ത ഇഷ്ടക്കേട് ഇപ്പൊ എന്തിനാ തോന്നുന്നത്? പറ്റിച്ച് കല്യാണം കഴിച്ച ഇങ്ങനെ ഇരിക്കും. അപ്പ തോന്നാത്ത പലതും പിന്നെ തോന്നും. ആരാടി പറ്റിച്ചു കിട്ടിയത്? ഇവളെ അവനല്ലേ പറ്റിച്ചത്. അത് തെളിയിക്കാനാ ഈ നോട്ടീസ്. ആരാരെ പറ്റിച്ചെന്നൊക്കെ കോടതി പറയും. മോള് വിഷമിക്കൊന്നും വേണ്ട. ഇതൊന്നും കണ്ട് പേടിക്കും വേണ്ട. ഞാൻ അന്നേ പറഞ്ഞല്ലേ ആ ജോയിന്റ് പെറ്റീഷൻ ഒപ്പിടാൻ. അപ്പ കേട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ നോട്ടീസ് കൈപ്പറ്റേണ്ട ഒരാവശ്യമില്ലായിരുന്നു. നോട്ടീസല്ലേ, കോടതി ഉത്തരവൊന്നും അല്ലല്ലോ. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അന്നത്തെ പോലെ കേറിയൊന്നും കളഞ്ഞേക്കല്ലേ. ഇത് നിങ്ങളുടെ വക്കീലിന് വാദിക്കാൻ കൊടുക്കേണ്ടതാ. എന്നാലും നീലുമോൻ ഇത് ചെയ്തല്ലേന്ന് ഓർത്തപ്പോഴാ ചേച്ചി സങ്കടം. തടി കൂടിപ്പോയത് ഈ അപ്പിയരെ കുഴപ്പമാണോ? ഞാൻ മെലിഞ്ഞാലോ അമ്മ? നീ നടക്കുന്ന കാര്യം വല്ലതും പറ. മെലിയാൻ പോകുന്ന ഒരാളെ എടി ആന മെലിഞ്ഞൊന്ന് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അഥവാ ഇനി മെലിഞ്ഞാലും എത്രത്തോളം മെലിയാനാ? നീ കോടതി മുറിയിൽ നാണം കെടും. എല്ലാരും നിന്നെ നോക്കി ചിരിക്കും. ഇവള് പറയുന്നതൊന്നും കേട്ട് മോള് വിഷമിക്കണ്ട. ഇവളങ്ങനെ പലതും പറയും. അച്ഛനും ഗിരിയൊക്കെ വരട്ടെ, നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ഇനി എന്ത് ചെയ്യാൻ? ഡിവോഴ്സിന് സമ്മതാണെന്ന് പറഞ്ഞ് ഇവളൊരു ഉറപ്പ് കൊടുത്താ ഈ നോട്ടീസ് പിൻവലിക്കാൻ ഞാൻ നീലിനോട് പറയാം. നിന്റെ റെക്കമെൻഡേഷൻ ഇതിനാവശ്യമില്ല. വേണ്ടെങ്കി വേണ്ട. ഇതുകൊണ്ടൊന്നും പഠിച്ചില്ലെങ്കിൽ അനുഭവിക്കുമ്പോ പഠിക്കും. നിന്നെ കുറിച്ച് ഓർത്താ സത്യം പറഞ്ഞ സങ്കടമുണ്ട്. പക്ഷെ എന്തേനാ, നീല് പറയുന്നല്ലേ ശരി. അതുകൊണ്ടാ ഞാൻ അവന്റെ കൂടെ നിൽക്കുന്നത്. ആദ്യം തന്നെ തെറ്റി. ഡാൻസ് ക്യാമറ നോക്കി കളിക്കണം. അതിൽ കാര്യം എന്നാലേ ആളുകൾ. രണ്ട്, കണ്ണാടി വെച്ച് ആങ്കർ ചെയ്യാൻ പാടില്ല. ക്യാമറയുടെ റിഫ്ലക്ഷൻ കാണും. അതറിയോ? ഞാൻ ഇന്ന് ജഡ്ജിന്റെ കോസ്റ്റ്യൂമിലാണ്. ഹലോ, ജഡ്ജിന്റെ അതെ, മഹേശ്വരനാണ്. ഫസ്റ്റ് തന്നെ തെറ്റി. നീലെന്റെ മകനാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം. സ്വാതിയോ? സ്വാതി നീലിന്റെ ഭാര്യ. ഡാൻസ് ആയിരുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. അതിന്റെ ആണോ? ശരി ശരി. എടാ ഗിരി, ആ ന്യൂസ് ചാനലൊന്ന് വെച്ചേ. നീലിനെ കുറിച്ച് എന്തോ പറയുന്നു. ഭാര്യയുടെ തടി കൂടിയെന്ന കാരണം പറഞ്ഞ് വിവാഹമോചനത്തിനൊരുങ്ങുകയാണ് നടനായ നീൽ മഹേഷ്. സമീപകാലത്ത് പരസ്യചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു നടനാണ് നീൽ മഹേഷ്. ഭാര്യയായ സ്വാതിയുടെ തടിയാണ് വിവാഹമോചനത്തിനുള്ള കാരണമായി നീൽ മഹേഷ് കണക്കാക്കുന്നത്. വിവാഹമോചനം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നീൽ മഹേഷ്. ഈ വിഷയത്തിൽ പല വനിതാ സാംസ്കാരിക പ്രവർത്തകരും പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക്. ഇവിടത്തെ ടി വി നിനക്ക് ഓഫാക്കാം, നാട്ടിലുള്ള ടി വി ഒക്കെയോ? ആരാ ഇത് മീഡിയക്ക് കൊടുത്തത്? അത് ശരി, ഇപ്പൊ കൊടുത്തതായ കുറ്റം. നീ അയച്ച വക്കീൽ നോട്ടീസ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? എല്ലാരും കൂടെ എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ. ഇനി എന്ത് നാണം കെടാനാ? ടിവിയിൽ വാർത്ത വന്ന സ്ഥിതിക്ക് ഇത് കൂടുതൽ രൂക്ഷമാവും. എന്നെ നശിപ്പിക്കാൻ നോക്കാ നീ അല്ലേ? എനിക്കൊന്നും അറിയില്ല. എന്ത് ചോദിക്കുമ്പോഴും എനിക്കൊന്നും അറിയില്ല.
അവളോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? വക്കീൽ നോട്ടീസ് നീ അയച്ചത് തന്നെയല്ലേ? തടിയാണ് ഡൈവോഴ്സിനുള്ള കാരണമായിട്ട് നീ അതിൽ പറഞ്ഞിരിക്കുന്നത്. വാർത്തയെ തെറ്റൊന്നുമില്ലല്ലോ. എന്റെ ഇമേജ്. ഇനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏട്ടത്തിയെ ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ മാത്രം പോരാ, അത് ചെയ്യാതിരിക്കണം. അത് നടക്കില്ല. നീലേ, ഇത് കൊണ്ടൊന്നും നീ പിന്മാറരുത്. നിന്നെ തളർത്താൻ വേണ്ടി ഇത് മനഃപൂർവ്വം ന്യൂസ് ആക്കിയതാ. നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. വാർത്തയല്ല, പ്രകടനം നടന്നാൽ പോലും നീ വിട്ടുകൊടുക്കരുത്. ഇവള് നിന്നെ കുഴി ചാടിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ. ഗിരി പറയുന്നതാ ശരി. ഡൈവോഴ്സ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. അങ്ങനെ അങ്ങ് തീരുമാനിക്കടാ. നിനക്കൊന്നും നഷ്ടപ്പെടില്ല നീലേ, മറിച്ച് പലതും കിട്ടുകയും ചെയ്യും. ഇന്ന് നിന്നെ കുറ്റപ്പെടുത്തിയവർ തന്നെ നാളെ നിന്നെ വാഴ്ത്തി പറയും. നീ ആ തീരുമാനം ഉപേക്ഷിക്കും. ഇല്ല, ഇവള് നിന്നെ കുഴി ചാടിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ. ഗിരി പറയുന്നതാ ശരി. ഡൈവോഴ്സ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. അങ്ങനെ അങ്ങ് തീരുമാനിക്കടാ. നിനക്കൊന്നും നഷ്ടപ്പെടില്ല നീലേ, മറിച്ച് പലതും കിട്ടുകയും ചെയ്യും. ഇന്ന് നിന്നെ കുറ്റപ്പെടുത്തിയവർ തന്നെ നാളെ നിന്നെ വാഴ്ത്തി പറയും. നീ ആ തീരുമാനം ഉപേക്ഷിക്കും. ഇല്ല. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കാൻ ഞാൻ തയ്യാറല്ല. ന്യൂസ് ഇടുന്നവരിടട്ടെ. ഞാൻ ഡിവോഴ്സ് ഇന്ന് പിന്മാറുന്നില്ല. കലക്കി. ഇതാണ് ഹീറോയിസം. ഇതിന് വലിയ പ്രശ്നമാവും. പലരും ഇടപെടും. നീലിന് തീരുമാനം മാറ്റേണ്ടി വരും, എനിക്കുറപ്പാ. അങ്ങനെ സംഭവിക്കാൻ പ്രാർത്ഥിക്കുമോളെ. അങ്ങനെയെങ്കിലും അവൻ ഈ തീരുമാനത്തിൽ നിന്ന് മാറട്ടെ. ചായ. കോൾ അടിച്ചല്ലോ നീലേ. ഇന്നലത്തെ TV വാർത്തയുടെ അടിസ്ഥാനത്തിലെ വനിതാ കമ്മീഷൻ സ്വമേധയെ കേസെടുത്തിട്ടുണ്ടല്ലോ. നിനക്ക് നോട്ടീസ് അയച്ചു എന്നാ വാർത്തയിൽ. ദാ ഒന്ന് വായിച്ചു നോക്ക്. എവിടെ? ഞാൻ വായിക്കാം. ഒന്ന് ഉറക്ക വായിക്കടി. തടി മൂലം വിവാഹമോചനം. നടനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തു. തിരുവനന്തപുരം. തടി കൂടുതലാണെന്ന കാരണം പറഞ്ഞ് ഭാര്യയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട നടൻ നീൽ മഹേഷിനെതിരെ വനിതാ കമ്മീഷൻ TV വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്തു. ബാക്കിയോട് വായിക്കേ. അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന സിറ്റിംഗിൽ നടനെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കാനാണ് തീരുമാനം. സ്ത്രീത്വത്തെ അപമാനപ്പെടുത്തിയ നടപടിയാണ് നീൽ മഹേഷ് സ്വീകരിച്ചതെന്ന് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. നീലിന്റെ നടപടി വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇങ്ങനെ ഇരിക്കും സ്ത്രീകളോട് കളിച്ച. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിങ്ങനെ വലുതാവാൻ വിടാതെ വേഗം അവസാനിപ്പിക്കുന്നത് നല്ലതെന്ന്. മുളയിലെ നുള്ളിയില്ലെങ്കിൽ ചിലപ്പോൾ നീലി വിചാരിച്ചാൽ പോലും അത് അവസാനിപ്പിക്കാൻ പറ്റാതെ വരും. കമ്മീഷന് വേറെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു? ഇതൊക്കെ തന്നെ അവര് ചെയ്യേണ്ടത്. ദുരഭിമാനം വിടുന്നില്ലേ? നമുക്കിതിവിടെ വെച്ച് തീർക്കാം. നീ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിട്ടെങ്കിതാ, ഞാൻ കൊടുക്കാം മീഡിയക്ക്. വിവാഹമോചനം നടക്കില്ല എന്ന് വന്നാ പിന്നെ കമ്മീഷന്റെ കേസൊന്നും നിലനിൽക്കില്ല. എടാ, നീ അച്ഛൻ പറയുന്നത് അനുസരിക്കേ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്? മകന്റെ നന്മയ്ക്ക് വേണ്ടിയോ അതോ മരുമകളുടെ രക്ഷയ്ക്ക് വേണ്ടിയോ? നീ മറുപടി ഒന്നും പറഞ്ഞില്ല. ഏതായാലും ഇത്രത്തോളം ആയില്ലേ, ഞാൻ ഫൈറ്റ് ചെയ്തോളാം. നീലേ, നീ മണ്ടത്തരമായി കാണിക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, ഒരുത്തന്റെ ഉപദേശം ഇക്കാര്യത്തിൽ എനിക്ക് വേണ്ട. ആഗ്രഹിച്ചത് നേടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീലേ, വെറുതെ ഈ ചോദ്യം വേണമെങ്കിൽ എനിക്ക് തിരിച്ചും ചോദിക്കാം. ഞാൻ പക്ഷെ ചോദിക്കുന്നില്ല. നിന്റെ ഔദാര്യം ഇവിടെ ആർക്കും വേണ്ടടി. പിന്നെ എന്തിനാ എന്റെ മുമ്പിൽ വന്നു കെഞ്ചുന്നേ? ആര് കെഞ്ചി?